കാട്ടാക്കടയുടെ ഞങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് പരമപ്രധാന വികസനം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൻ്റെ MLA പ്രദാനം ചെയ്യുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നോക്കൂ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിളപ്പിൽശാല ആസ്ഥാനമായി ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ. 10 വർഷം പൂർത്തിയാക്കിയിട്ടും ഈ സാങ്കേതിക സർവകലാശാല പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്തത് അത് ഈ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണ്. ശക്തൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ അനുവദിച്ചതാണ്. അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മൾ തുടങ്ങി വെച്ചത് എവിടെയോ അവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിയോജക മണ്ഡലം ആകെ പരിശോധിക്കുമ്പോൾ മുകൾ പരപ്പിലുള്ള PR വർക്കുകളല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, UDF സർക്കാർ അധികാരത്തിൽ ഇരുന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് കാട്ടാക്കടയിൽ താലൂക്ക് ആസ്ഥാനം വരുന്നത്. കാട്ടാക്കടയിൽ താലൂക്ക് ആസ്ഥാനം എന്നുള്ളത് പതിറ്റാണ്ടുകളായി കാട്ടാക്കട നിവാസികളുടെ ഒരു വലിയ സ്വപ്നമാണ്. എത്രയോ പല ഘട്ടങ്ങളിലായി സമരങ്ങൾ നടന്നു. ആ സമരത്തിന്റെ അവസാനം ശക്തൻ ഇവിടുത്തെ MLA ആയിരിക്കുന്ന അവസരത്തിൽ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് താലൂക്ക് അനുവദിച്ചത്. പക്ഷേ താലൂക്ക് ആസ്ഥാനവും താലൂക്കിനോടനുബന്ധിച്ചുള്ള ഏറെക്കുറെ സ്ഥാപനങ്ങളും അന്ന് കൊണ്ടുവന്നെങ്കിലും അതിന് RDO ഓഫീസ് പോലുള്ള അടിസ്ഥാനപരമായി നമ്മുടെ മണ്ഡലത്തിൽ എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ താലൂക്ക് ആസ്ഥാനത്ത് വരേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇനിയും എത്തിച്ചേരാണ്ട്. 10 വർഷം ഭരിക്കുന്ന MLAക്ക് അത് സാധിച്ചില്ല, സർക്കാർ സംവിധാനങ്ങൾക്കും അത് സാധിച്ചില്ല എന്നുള്ളത്. അത് തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.